നമസ്കാരം. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വിജ്ഞാനം ആർജിച്ച് പ്രവർത്തന തലങ്ങൾക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തുവാനുള്ള യുക്തിയും കഴിവും പ്രാപ്തിയും വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുന്നതും അവലംബിക്കുന്നതും ഗുണകരമായി തീരും. വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകുമെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയും. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് സ്വല്പം പ്രയത്നം കൂടുതൽ വേണ്ടിവരുമെങ്കിലും അതിനുള്ളൊരു പരിണത ഫലം ഒരു പക്ഷേ വരുന്ന സെപ്റ്റംബർ മാസത്തിന് ശേഷം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എങ്കിലും വന്നു ചേരുന്ന അവസരങ്ങളെല്ലാം ഏറ്റെടുക്കുന്നതും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുന്നതും ഗുണകരമായി തീരും. ഏറെക്കുറെ പൂർത്തിയാക്കിയ ഗൃഹത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ തീരുമാനിക്കും. വാഹനം മാറ്റിവാങ്ങുവാനുള്ള തീരുമാനം തൽക്കാലത്തേക്ക് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ കർമ്മ മേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ അധികാരപരിധി വർദ്ധിക്കുന്നതോ ചുമതലകൾ വർദ്ധിക്കുന്നതോ ഈ ഒരു സാഹചര്യങ്ങളെ കൊണ്ട് ജോലി ഉപേക്ഷിക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുമെങ്കിലും കുടുംബാംഗങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് വരുന്ന സെപ്റ്റംബർ മാസം വരെ ഗുണകരമായി തീരുവാനാണ് യോഗമുള്ളത്. ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ആത്മസംയമനത്തോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടും. പരീക്ഷ, ഇൻ്റർവ്യൂ, സന്ധി സംഭാഷണം മുതലായവയിലൊക്കെ തന്നെ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാൻ സാധിക്കും. ഉദര, ഉഷ്ണ, മൂത്രാശയ രോഗപീഠകൾക്ക്, കരൾ രോഗപീഠകൾക്കൊക്കെ തന്നെ നിലവിലുള്ള ചികിത്സയോടൊപ്പം തന്നെ ഭക്ഷണ ക്രമീകരണവും പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികളും അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഒരുപക്ഷെ പ്രാണായാമം, വ്യായാമം, യോഗാഭ്യാസം എന്നിവ പരിശീലിച്ച് തുടങ്ങുവാനുള്ള സാഹചര്യങ്ങൾ കൂടി വിശാഖ നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ വന്ന് ചേരുവാനുള്ള യോഗത്തെ സൂചിപ്പിക്കുന്നു. നമസ്കാരം.